ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് വിഷുവായിട്ട് പിള്ളേരായിട്ട് ബീച്ചിലേക്ക് വന്നതാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ബീച്ചാണ് ചാവക്കാട് ബീച്ച്. ചാവക്കാട് ബീച്ച് പഴയ പോലെ ഒന്നല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്. മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 ബോട്ടുകളും 1-2 കപ്പലണ്ടിക്കാരും ഒരു ഐസ്ക്രീംകാരനും മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ. പക്ഷേ ഇന്നങ്ങനല്ല. ഇന്ന് കോഴിക്കോട് ബീച്ച് പോലെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായി മാറിയിട്ടുണ്ട് ചാവക്കാട് ബീച്ച്. പിള്ളേർക്കായാലും വലിയവർക്കായാലും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. സ്പീഡ് ബോട്ടിംഗ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്, ATV ഉണ്ട്, അതേപോലെ തന്നെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. എന്ന് വേണ്ട ഒരുപാട് ആക്ടിവിറ്റികൾ ഇന്ന് ചാവക്കാട് ബീച്ചിലുണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ നഗരസഭയുടെ പാർക്ക് ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അവിടെ കളിക്കാം. അതേപോലെ തന്നെ പെയ്ഡായിട്ടുള്ള ഒരുപാട് കളികൾ വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു ചെറിയൊരു കാർണിവൽ പോലെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പെരുന്നാളിന് തുടങ്ങിയതാണ്. അതിപ്പോൾ വിഷുവായിട്ടും നിർത്തിയിട്ടൊന്നുമില്ല, തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വെക്കേഷൻ എന്തായാലും ഇതൊക്കെ ഇവിടെ ഉണ്ടാവും. പിള്ളേരെ ഈ സ്ലൈഡിലും കയറ്റിയിട്ട് ഞങ്ങൾ ചുറ്റൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ട് 60 രൂപ ഉള്ളൂ ഈ സ്ലൈഡിന് ഒരു കുട്ടിക്ക്. ശരിക്കും ഇതിലൊരു 12 വയസ്സ് വരെയുള്ള കുട്ടികൾ കയറ്റുള്ളൂ. എൻ്റെ മോനെ അവർ കയറ്റി, അങ്ങനെ 14 വയസ്സായി. പക്ഷേ അതിലാരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അവർ കയറ്റിയത് കേട്ടോ. ഇവർ 2 പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ലാവിഷായിട്ട് കളിക്കുകയാണ് അവരതിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി അരമണിക്കൂറിൻ്റെ മേലെ സമയം എടുക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ ആ ഒരു സമയം അവിടെ പോസ്റ്റായിട്ട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. 60 രൂപ മുതലാക്കിയിട്ടായിരുന്നു ഇറങ്ങിയാൽ മതി എന്ന് 2 പേരോടും ഞാൻ പറഞ്ഞിട്ടാണ് അതിൽ കയറ്റിയിട്ടുള്ളത്. പൈസ എന്തായാലും അവർ മുതലാക്കിയിട്ട് ഇറങ്ങുള്ളൂ. അവരെൻ്റെ മക്കളാണ്. അപ്പോഴാണ് അവിടെ ഒരു സാധനം നമ്മളെ കണ്ണിൽ പെട്ട് കേട്ടോ. ഇതെല്ലാവരും പണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. എല്ലാ പുരപ്പറമ്പിലൊക്കെ ഉണ്ടാവാറുള്ളത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കിളികൾ ഷോക്കേസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിയിട്ട് പൊട്ടിയിട്ടുള്ള ചരിത്രങ്ങളും ഉണ്ടായിട്ടൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. നല്ല ഐറ്റാട്ടോ, പല കളറുകളിലുള്ളത് എന്താണ് ഒരു വെറൈറ്റി തോന്നി. പണ്ടെങ്ങോ കണ്ടു മറിഞ്ഞിട്ടുള്ള ഒരു കളിപ്പാട്ടം. ഇയാളെ കയ്യിൽ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഡസ്റ്റ് റിമൂവറാണ് ഇത്. 120 രൂപയാണ് അതിൻ്റെ പ്രൈസ്. ഒരു 4 മീറ്റർ വരെ ഇത് നന്നായിട്ട് പൊന്തിക്കാൻ പറ്റും. നമുക്ക് ഫാനൊക്കെ ക്ലീൻ ചെയ്യാനും പിന്നെ അറ്റത്തുള്ള ഐറ്റം നമുക്ക് വേണ്ട രീതിയിൽ വളക്കാനും പറ്റും. ഫാൻ്റെ ലീഫൊക്കെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാമെന്നാണ് അയാൾ പറയുന്നത്. എന്തായാലും ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയുണ്ട് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പറയാം കേട്ടോ. ബീച്ചിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിൽപ്പനക്കാരേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഉപ്പിലിട്ടിട്ടുള്ള മാങ്ങയും പൈനാപ്പിളും ഫ്രൂട്ട്സുകളൊക്കെ വിൽക്കണ ഈ കച്ചവടക്കാരാട്ടോ. അത് ആരും വാങ്ങിപ്പോവും. കുട്ടികളായാലും വലിയവരായാലും അത് വാങ്ങി ഒന്ന് കഴിക്കാത്തവരുണ്ടാവില്ല. അതിൻ്റെ ആ ഒരു സോസും അങ്ങനെ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പൈനാപ്പിളിൽ ആ ചമ്മന്തി കണ്ട് തേച്ചിട്ട് കഴിക്കുമ്പോഴുള്ളൊരു രസമുണ്ട്. അതൊന്നും വേറെ ഒന്നിനും കിട്ടില്ല. അതേപോലെ തന്നെ നല്ല പുളിയുള്ള മാങ്ങ മിളക് ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ്. തൊട്ടടുത്ത് മലബാർ മേള എന്ന് പറഞ്ഞിട്ട് സ്റ്റോളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. ഒരുവിധ ആളുകളൊക്കെ പോയിരിക്കണ്. സമയം 9:30 ആയിട്ടുണ്ട്. പക്ഷേ കുറച്ച് സ്റ്റോളുകളൊക്കെ ഓപ്പണാണ്. നോക്കി നല്ല ഐറ്റംസുകളാണ്. നമുക്ക് വലിയ ക്യാഷൊന്നും ഇവിടെ ഇല്ല. ഒക്കെ കുറഞ്ഞ പൈസയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കുള്ള ഒരുപാട് ടോയ്സുകളുടെ സ്റ്റോളുകളുണ്ട്. അവിടെയൊക്കെ റേറ്റൊന്നും ഞാൻ ചോദിച്ചില്ല. എന്നാലും നല്ല ടോയ്സുകളുണ്ട്. ചെറിയ ചെറിയ മിനിയേച്ചർ വണ്ടികളുണ്ട്. ബുള്ളറ്റിൻ്റെ ആയാലും കുറേ മോഡലായിട്ടുള്ള കാറുകളൊക്കെ മിനിയേച്ചേഴ്സ് ഉണ്ട് അവിടെ. കുറേ ആൾക്കാർ തപ്പി നടക്കുന്നതാണ് കളക്ഷന് വേണ്ടിയിട്ട്. പക്ഷെ അതിവിടെ നന്നായിട്ട് അവൈലബിളാണ്. ഈ കാണുന്ന ഭരണികൾക്കൊക്കെ വില കുറവാണ് കേട്ടോ. ഞാനത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ 350, 450, 600 രൂപ, 1200 രൂപ വരെ വല്ല ഭരണികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ അത്ര റേറ്റൊന്നുമില്ല. ചെറിയ ക്യാഷൊക്കെ തന്നെ വരുന്നുള്ളൂ. 150 രൂപ, 200 രൂപ, 300 രൂപയൊക്കെ വില വരുന്ന ഭരണികളാണ്. നമ്മളെ വീട്ടുകളിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഐറ്റംസാണ് കേട്ടോ. അതൊക്കെ ഇവിടെ ഉണ്ട്.
എല്ലാവരും ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ തുടക്കമാണ്. എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അവിടെ മറക്കരുത്. അതുപോലുള്ള വീഡിയോകളൊക്കെ ഇനിയും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഹോട്ട് വീൽസിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. റേറ്റ് ചോദിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് റേറ്റൊന്നും ചോദിച്ചില്ല. എന്നാലും വലിയ റേറ്റൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഡൈകാസ്റ്റ് കാറുകളുണ്ട്, മിനിയേച്ചറുകളുണ്ട്, ഒരുപാട് കളക്ഷൻസ് തന്നെ ഉണ്ട്. പഴയ വണ്ടിയുടെ ആയാലും പുതിയ മോഡലുകളായാലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിൽ. ഡിഫൻഡറുകൾ പോലുള്ള വണ്ടികളുടെ ഒരുപാട് കളറുകളുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിശ്വാസംസകൾ. ഇനിയും ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.